ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. സേമിയ ചേർത്തിട്ട് ഈസിയായി ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഒരു പാത്രത്തിൽ 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1/3 കപ്പ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേമിയ എടുക്കാം, റോസ്റ്റ് ചെയ്തതോ അല്ലാത്തതോ ഒക്കെ എടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും. പിന്നെ ഓരോ സേമിയയുടെയും വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. 3 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഓവർ കുക്കായി പോവാതിരിക്കാനാണ്. 1 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കിത് വെള്ളം മുഴുവൻ വാർക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആയിട്ട് വരണം. ഒരു ബൗളിലേക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം സേമിയ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു ഹാഫ് തക്കാളി കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലൂസായി പോവരുത്. ഈ രീതിയിൽ ഒരു തിക്കായിട്ട് തന്നെ കിട്ടണം. ഇനി അഥവാ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഈ രീതിയിലായി കിട്ടും. ഈ എരിവിനായിട്ട് 3/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് പാകമല്ലേ എന്ന് നോക്കുക. നമ്മുടെ മിക്സ് ഈ രീതിയിലായിട്ട് കിട്ടണം, ഒരുപാട് ലൂസായി പോവരുത്. ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാനിൻ്റെ എല്ലാ സൈഡ്സിലേക്കും ഒന്ന് ആക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഓംലെറ്റ് വിട്ട് കിട്ടില്ല. നന്നായിട്ട് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പതിയെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. 4 മിനിറ്റ് എങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. അതിനുശേഷം ഇത് പാനിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ടെങ്കിൽ മാത്രം വേറൊരു പാൻ, ഗ്രീസ് ചെയ്ത വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഇത് കമിഴ്ത്തി കൊടുക്കുക. വീണ്ടും ഒരു 3 മിനിറ്റ് നേരം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചു കൊടുക്കുക. പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമഴ്ത്തി കൊടുക്കാം. സേമിയ ഓംലെറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ബൈ.